അമ്മ കൂളാണ്. അകത്ത് വരുമ്പോഴത്തേക്കിനും നിങ്ങൾ ഡേറ്റ് ചെയ്യുവാണോ, എൻ്റെ സൺ ഇൻ ലോ ആണോ എന്നാണ് ഡോജി അടുത്ത് ചോദിക്കുന്നത്. ആണെന്ന് അവൻ തിരിച്ചു പറയും. അപ്പൊ എന്തായി ചോദിക്കുന്നതെന്ന് അവൾ അമ്മയടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിലും അമ്മ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എന്നിട്ട് സേഗിയെ നോക്കിക്കോണം എന്ന് ഡോജി അടുത്ത് പറയും. പോകുന്നിടത്ത് സേഗി ചോദിക്കും, അമ്മ എങ്ങനെയാണ് തിരിച്ചത് ഞാൻ ചോദിക്കുമ്പോഴത്തേനും അമ്മയുടേത് ഹൈ പിച്ച്ഡ് ആയിട്ടുള്ള വോയിസ് ആണ്, സോഫ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയുടെ ശ്രദ്ധിച്ച ട്രേറ്റ്സ് എന്തൊക്കെയാണെന്ന് ഡോജെ എക്സ്പ്ലെയിൻ ചെയ്യും. എന്നിട്ട് യാത്ര പറഞ്ഞിട്ട് പോകും. അച്ഛനെ ഡേറ്റ് ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു, എന്തുകൊണ്ടാണ് അച്ഛനെ കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചതെന്ന് രാത്രി കിടക്കാൻ നേരത്ത് സേഗി അമ്മയോട് ചോദിക്കും. ഒന്നും കൂടുതലും ഇല്ലായിരുന്നു, കുറവും ഇല്ലായിരുന്നു ഞങ്ങളുടെ റിലേഷനിൽ. എല്ലാം ഒരു മോഡറേറ്റ് രീതിയിലാണ് പൊക്കോണ്ടിരുന്നത്. അതെനിക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് കല്യാണം കഴിച്ചത്. എല്ലാ കാലത്തും അത് അങ്ങനെ തന്നെ പോകും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എൻ്റെ കണക്കുകൂട്ടൽ തെറ്റിപ്പോയി. ഒരിക്കലും സേഗിക്ക് അത് സംഭവിക്കത്തില്ല. ഡോജയായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്ന് അമ്മ പറയും. ഇൻഹോയുടെ കഫേയിൽ ഭൂമിയും സേഗിയും കൂടെ മീറ്റ് ചെയ്യും. കൃത്യമായിട്ട് എനിക്ക് സാലറി കിട്ടുന്ന ദിവസം തന്നെ എങ്ങനെയാണ് നിങ്ങൾ എൻ്റെ കഫേയിലേക്ക് വരുന്നത് ഇൻഹോ അവരോട് ചോദിക്കുന്നുണ്ട്. അപ്പം ഭൂമി ഇൻഹോയുടെ അടുത്ത് പറയും അമ്മ ഇതുപോലെ കണ്ടുപിടിച്ചു എന്ന്. എന്നിട്ട് വീണ്ടും അവരോട് ചോദിക്കും സേറെ ഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് ഇൻഹോ പറയുന്നത്. ഡോജയ്ക്ക് എന്താണ് ഇഷ്ടമുള്ളത് എന്ന് അറിയാത്തത് കൊണ്ട് ഒരുപാട് ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് പിറ്റേ ദിവസം ലഞ്ച് ടൈം ആകുമ്പോൾ ഓഫീസിലേക്ക് വരും അമ്മ. ഡോജ അമ്മയെ മീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫുഡൊക്കെ കഴിച്ചു നോക്കും. എല്ലാത്തിനും നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറയും. എൻ്റെ സേഗിയെ നല്ലതുപോലെ നോക്കണം എന്ന് അമ്മ വീണ്ടും ഡോജ എടുത്ത് പറയും. അപ്പം അമ്മ ഇത് കഴിഞ്ഞിട്ട് ഫ്രീ ആണോ എന്ന് ഡോജ ചോദിച്ചിട്ട് അമ്മയും കൊണ്ട് ഷോപ്പിങ്ങിന് പോകും. ഞാൻ ഓഫീസിന് പുറത്ത് വർക്ക് ചെയ്യണോ ഇപ്പോൾ എന്ന് ജൂഹാൻ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ ഒന്നും ചെയ്യരുത്, ചിരിച്ചുകൊണ്ട് നിൽക്കണം, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇൻസെൻറ്റീവ് തരാമെന്ന് ഡോജെ പറയും. അത് കേൾക്കുമ്പോഴത്തേക്കും ഫിറ്റ് ചെയ്ത ചിരിയായിട്ടാണ് ഫുൾ ടൈം ജൂഹാൻ അവിടെ നിൽക്കുന്നത്. ഒരുപാട് ഡ്രസ്സെല്ലാം വാങ്ങിച്ചു കൊടുക്കും ഡോജെ അമ്മയ്ക്ക്. ആ സന്തോഷത്തിൽ അമ്മ തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്കിനും സേഗി ഇത് കണ്ടിട്ട് ദേഷ്യപ്പെടും. ഓഫീസിൽ പോയതേ തെറ്റാണ്, അത് പിന്നെ പോട്ടേന്ന് വെക്കാം. ഈ സാധനങ്ങളൊക്കെ എന്തിനാണ് വാങ്ങിച്ചുകൊണ്ട് വന്നതെന്ന് ചോദിക്കും. ഞാൻ എൻ്റെ സണ്ണിലോയുടെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് വാങ്ങിച്ചത് ഇത്ര വലിയ പ്രശ്നമാണോ എന്ന് ചോദിക്കുമ്പോൾ ആരെയാണ് അമ്മ സണ്ണിലോ എന്ന് വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, എന്തായാലും നീ കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ, ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ്സ് ഒക്കെ റിസീവ് ചെയ്യുന്നത് എന്ന് അമ്മ ചോദിക്കും. അമ്മയ്ക്കൊന്നും അറിയത്തില്ല. എനിക്ക് വേണ്ടി എന്തുമാത്രം സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് ഡോജയെന്ന് അറിയാമോ എന്ന് ഇവള് തിരിച്ചു ചോദിക്കും. നീ എന്താണ് ഈ പറയുന്നത്, നിനക്ക് യാതൊരു കുറവും ഇല്ലല്ലോ, എന്താണ് നിനക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നത്, നിന്നെ പോലെ വേറെ ആരെയാണ് അവന് കിട്ടുക എന്നൊക്കെ അമ്മ തിരിച്ചു ചോദിക്കും. പക്ഷേ ഇവക്കാണെങ്കിൽ ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നതിൻ്റെ ദേഷ്യമാണ്. ആ ദേഷ്യത്തിൽ അവളൊന്നും മിണ്ടാതെ കയറിപ്പോകും. പിറ്റേ ദിവസം ഫുൾ ഡേ നമ്മുടെ ഡേറ്റ് ആണ്, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റി വെക്കണമെന്ന് സേഗി ഡോജയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ മീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഡോജെ പറയാം അമ്മയുടെ ഫുഡിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന്. അപ്പോൾ സേഗി തിരിച്ച് താങ്ക്സ് പറയാം അമ്മയ്ക്ക് അത്രയും ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തതിന്. അപ്പോൾ എനിക്ക് വാങ്ങിച്ചു കൊടുക്കണം എന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് ചെയ്തതെന്ന് പറയും. എന്നാലും ഇത്രയും ഒക്കെ വാങ്ങിക്കണ്ടായിരുന്നു എന്ന് സേഗി പറയുമ്പോൾ എനിക്ക് ചെയ്യണം എന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് ചെയ്തതെന്ന് ഡോജെ ന്യായീകരിക്കും. അത് കേൾക്കുമ്പോൾ അവൾക്ക് കുറച്ചൊരു ആശ്വാസമാവും. കാരണം അത്രയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചല്ലോ എന്നുള്ളൊരു ദേഷ്യമായിരുന്നു അവൾക്ക്. അത് കഴിഞ്ഞിട്ട് അവർ ഡോജയുടെ വീട്ടിലാണ് പോകുന്നത്. അവിടെ നിന്ന് കാർഡ് കളിക്കും, അങ്ങനെ ഒരുപാട് നേരം ടൈം സ്പെൻഡ് ചെയ്യും. രാത്രിയിൽ അവർ തിരിച്ച് വരുന്നുണ്ടേ ഡോജ എന്നും നടക്കാൻ പോകുന്ന പാർക്കിൽ കൂടിയാണ് വരുന്നത്. അവിടെ സേഗിയുടെ ഒരു വലിയ ഹോർഡിംഗ് ഉണ്ട്, അവളുടെ അഡ്വർടൈസ്മെന്റ് ആണ് വെച്ചേക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഇതുവഴിയാണെങ്കിൽ എന്നെ എന്നും കാണാറുണ്ടായിരിക്കുമല്ലോ എന്ന് സേഗി ചോദിക്കുമ്പോൾ ഡോജ മിണ്ടാതെ നിൽക്കും. അന്നേരമാണ് അവൾക്ക് ആ റിയലൈസേഷൻ വരുന്നത്, റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാവൂല എന്ന്. വീണ്ടും വിചാരമില്ലാതെ അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഗിൽറ്റി ഫീലിംഗ് കാരണം അവളുടെ ഡോജ അടുത്ത് ക്ഷമ ചോദിക്കും. ഡോജ പറയാം അത് സാരമില്ല, എനിക്ക് ഇയാളെ കാണണം എന്നും റെക്കഗ്നൈസ് ചെയ്യണം എന്നും ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്, നമുക്ക് ഷെയർ ചെയ്യാനേ പറ്റുള്ളൂ, അത് അനുഭവിക്കേണ്ടത് ആ ആൾ തന്നെയാണെന്ന് ഡോജെ പറയും. ഇൻഹോ ഒരു കേക്കുമായിട്ട് സേറെ കാണാനായിട്ട് അവളുടെ ഓഫീസിൽ ചെല്ലും. ബർത്ത്ഡേ സോങ് പാടുന്നതൊന്നും ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്യുക, നമുക്ക് ഈ ക്യാൻഡിൽ ബ്ലോ ചെയ്ത് ഈ കേക്കും കട്ട് ചെയ്യാമെന്ന് ഇൻഹോ പറയും. കേക്കൊക്കെ ആയിട്ട് റെഡി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇത് കാണുമ്പോൾ സേറ അവനെ ഇങ്ങനെ നോക്കിയിട്ട് പറയും, അച്ഛൻ എനിക്ക് ബർത്ത്ഡേക്ക് ഒരു ഫ്ലവേഴ്സ് ആണ് തന്നത്, ആ പൂക്കളുടെ അർത്ഥം സന്തോഷം തേടി വരും എന്നാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ സന്തോഷം ഇയാളാണെന്ന്, എനിക്ക് ഇയാളെ ഇഷ്ടമാണെന്ന് കൺഫസ് ചെയ്യും. എന്ത് പറയണം എന്നറിയാതെ കുറച്ചു നേരം ഫ്ലസ്റ്റേർഡ് ആയിട്ട് നിൽക്കും ഇൻഹോ. അന്നേരം തന്നെ അവൻ പറയുന്നത് എനിക്ക് ദൈവത്തിനെയാണ് ഇഷ്ടം, ഞാൻ ദൈവത്തിൻ്റെ പാത തിരഞ്ഞെടുത്ത ഒരാളാണ്, എന്നോടിത് പറഞ്ഞു പോയല്ലോ എന്നോർത്ത് സങ്കടപ്പെടേണ്ട കാര്യമില്ല, എനിക്കിത് ശീലമാണ്, ചെറുതിലേ മുതൽ എനിക്ക് ഇങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് അതൊന്നും കാര്യമാക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇവൻ ഈ കേക്ക് വീണ്ടും അവളുടെ നേരെ നീട്ടും.
ഇയാൾക്ക് വിക്കഡായിട്ടുള്ള ആൾക്കാരെ ഇഷ്ടമല്ലെന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്നോട് എന്തിനാണ് നന്നായിട്ട് പെരുമാറുന്നത് സാറെ ചോദിക്കുമ്പോൾ ഞാൻ എല്ലാവരോടും ഇങ്ങനെ തന്നെയാണ് പെരുമാറാറ്. ഇതിപ്പോ ഇയാളല്ലായിരുന്നെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെ പെരുമാറത്തുള്ളായിരുന്നു എന്ന് ഇൻഹോ പറയും. അവൾക്കത് കേട്ട് ദേഷ്യം വന്നിട്ട് മെഴുകുതിരി ഊതിക്കെടുത്തു. എന്നിട്ട് അവനോട് പറയും എനിക്ക് കേക്ക് ഇഷ്ടമല്ല, മധുരം ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ തിരിഞ്ഞു പോകും. എന്ത് ചെയ്യണമെന്നറിയാതെ ഇൻഹോ അവിടെ തന്നെ നിൽക്കും. സേറ ആകെ ദേഷ്യവും സങ്കടവും കാരണം എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുകയാണ് ഓഫീസിൽ ചെന്ന് കഴിയുമ്പോൾ. അവൾ കുറച്ചു നേരം ആലോചിച്ചിട്ടിരുന്ന് പ്രാർത്ഥിക്കും. എനിക്ക് പ്രത്യേകിച്ച് റിലീജിയനൊന്നുമില്ല, അതുകൊണ്ട് ഏത് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഈ പ്രാർത്ഥന കേൾക്കണം, എനിക്ക് ഇൻഹോയെ തിരിച്ചു തരണം. ഇൻഹോയ്ക്ക് പകരം പള്ളിയിലേക്ക് ഞാൻ വലിയൊരു എമൗണ്ട് സംഭാവന ചെയ്യാമെന്നാണ് അവൾ പ്രാർത്ഥിക്കുന്നത്. ഫ്രണ്ട്സ് 3 പേരും കൂടി ഒരു നെയിൽ സലൂണിൽ ഇരിക്കുകയാണ്. ഞാൻ അത്രയും നന്നായിട്ട് സേറ അടുത്ത് പെരുമാറാൻ പാടില്ലായിരുന്നു, കുറച്ചും കൂടിയൊക്കെ ശ്രദ്ധിച്ച് പെരുമാറണമായിരുന്നു എന്നിങ്ങനെ ഇൻഹോ വിചാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ കുറച്ചും കൂടി നന്നായിട്ട് കുറച്ചും കൂടി ചിന്തിച്ച് ഡോജോ എടുത്ത് സംസാരിക്കണമായിരുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് സേറ ഇരിക്കുകയാണ്. അന്നേരം ഒരു കോള് വരും, അമ്മയുടേതാണ്. അവൾ അറ്റൻഡ് ചെയ്യുന്നില്ല, കൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭൂമി ചോദിക്കും എന്താ അറ്റൻഡ് ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ഓ അമ്മ ഇപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഡോജയെ കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും നാഗ് ചെയ്യാനായിട്ട് തുടങ്ങും എന്ന് അവൾ പറയും. കൈ അനക്കരുതെന്ന് അവിടുത്തെ സ്റ്റാഫ് പറയും. കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാകുന്ന തന്നെ അവൾക്ക് വീണ്ടും ഒരു കോൾ വരും, പറയാത്തൊരു നമ്പറിൽ നിന്നാണ്. അത് ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു. അമ്മയ്ക്ക് പാൻക്രിയാറ്റിക് ക്യാൻസർ ആണ്, ലാസ്റ്റ് സ്റ്റേജ് ആണ്. ഇത് ആദ്യമേ കണ്ടുപിടിക്കാൻ പാടാണെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ പക്ഷെ അമ്മയ്ക്ക് ഈ ഒരു അവസ്ഥയെക്കുറിച്ച് അറിയായിരുന്നു എന്നും പറയും. ചികിത്സിക്കാൻ പറ്റത്തില്ല എന്ന് സേഹി ചോദിക്കുമ്പോൾ ഇനിയിപ്പോൾ രക്ഷയില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. എത്ര നാളും കൂടി ഉണ്ടാവും എന്ന് ചോദിക്കുമ്പോൾ 1 മാസം എന്നാണ് ഡോക്ടർ മറുപടി പറയുന്നത്. സേഹി അത് കേൾക്കുമ്പോൾ ഷോക്ക്ഡായിപ്പോവും. ആ ഷോക്കിൽ അവള് റൂമിലേക്ക് വരുമ്പോൾ അമ്മ കാമായിട്ടുള്ളത് ചോദിക്കുന്നത് ആ വന്നോ, ഷൂട്ടിംഗ് ഇല്ലായിരുന്നോ എന്നാണ്. നോക്കുന്നുണ്ടേ അമ്മ സേഹിയുടെ പപ്പിക്ക് വേണ്ടിയിട്ട് നിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ചു നേരം നോക്കിയിരുന്നിട്ട് അവള് ചോദിക്കും, അമ്മയ്ക്ക് ദേഷ്യം തോന്നുന്നില്ലേ, എത്ര അൺഫെയർ ആണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ദേഷ്യം തോന്നുന്നില്ലേ എന്ന് ചോദിക്കും. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് മനസ്സിൽ ദേഷ്യമുണ്ട്, സങ്കടമുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ എന്ന് അമ്മ ചോദിക്കും. അത് കേൾക്കുമ്പോൾ സേഹി പൊട്ടിക്കരയും. എന്നോട് എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല, അമ്മ എന്നെ വിളിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്യായിരുന്നു എന്നറിയാമോ, ഞാൻ നെയിൽ സലൂണിലായിരുന്നു. അമ്മ കല്യാണത്തിന്റെ കാര്യം പറയുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫോൺ എടുക്കാതിരുന്നത്. വീണ്ടും ആ ഫോൺ വന്നപ്പോൾ ഞാൻ എടുക്കാതിരുന്നെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ ജീവിതകാലം മുഴുവൻ അത് റിഗ്രറ്റ് ചെയ്യത്തില്ലായിരുന്നു. ഞാൻ ആ ഗിൽറ്റി ഫീലിങ്ങോട് കൂടി എൻ്റെ ജീവിതം മുഴുവൻ ജീവിക്കേണ്ടി വരത്തില്ലായിരുന്നു. എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്, എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ ആ ദേഷ്യവും സങ്കടവും കാരണമാണ് കരയുന്നത്. അപ്പം ഞാൻ പറഞ്ഞാൽ നീ സങ്കടപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാഞ്ഞതെന്ന് അമ്മ പറയും. അമ്മ എന്തിനാണ് എപ്പോഴും എന്നെപ്പറ്റി തന്നെ ഇങ്ങനെ ആലോചിക്കുന്നത്, എന്നാലും ഇത്രയും വലിയൊരു കാര്യം എൻ്റെ അടുത്ത് ഒളിക്കണ്ടായിരുന്നു എന്ന് അവൾ പറയുമ്പോൾ അമ്മ പറയുന്നത് ഞാൻ എപ്പോഴും നിന്നെപ്പറ്റി ആലോചിക്കുള്ളൂ, കാരണം നീ എൻ്റെ ഒരേ ഒരു മോളാണെന്നാണ്. അങ്ങനെ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയും. ഡോജെ അമ്മയെ കാണാനായിട്ട് വരും. അസുഖമൊന്നും വരാതെ ഹെൽത്തി ആയിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കണം. എൻ്റെ മോളെ ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് പറയുന്നതല്ല, നീ നല്ലൊരാളാണ്, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്, എനിക്ക് നിന്നെ ഇഷ്ടമായി എന്ന് അമ്മ ഡോജെ അടുത്ത് പറയും. ഞാൻ സെഗിയുടെ കൈ വിട്ട് കഴിയുമ്പോൾ നീ അവളുടെ കൈ പിടിക്കാൻ കാണുമോ എന്ന് ചോദിക്കുമ്പോൾ ഡോജെ ഉറപ്പ് കൊടുക്കും. നമുക്ക് സെഗിയുടെ പുതിയ സിനിമ ഇറങ്ങുമ്പോൾ ഒന്നിച്ച് കാണാനായിട്ട് പോകാമെന്നും ഡോജെ പറയും. അമ്മ അത് സമ്മതിക്കും. വോയിസ് ഓവറിൽ ഡോജെ പറയുന്നത് ആ പ്രോമിസ് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് അറിയെങ്കിലും ഞങ്ങൾ സത്യം ചെയ്തു, അത് ഏത് വിധേനെ അത് ഫുൾഫിൽ ചെയ്യണം എന്നുള്ളൊരു ഡെസ്പറേഷൻ കൊണ്ടാണോ അതോ സങ്കടം കുറയ്ക്കാനാണോ എന്ന് എനിക്ക് ഉറപ്പില്ല എന്നാണ്. സെഗി അമ്മയുടെ കൂടെ ഒരുപാട് ഫോട്ടോസ് എടുക്കുകയും വീഡിയോ റെക്കോർഡ് ചെയ്യുകയൊക്കെ ചെയ്യും. അവള് വോയിസ് ഓവറിൽ പറയുന്നത് മരണം എപ്പോഴും അകലെയാണെന്ന് തോന്നുമെങ്കിലും ശരിക്കും അത് നമ്മുടെയൊക്കെ അടുത്ത് തന്നെയുണ്ട്, നമ്മളത് മനസ്സിലാക്കുമ്പോഴത്തേക്കും രക്ഷപ്പെടാൻ പറ്റാത്ത കൂട്ട് അത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ട് പറയാനുള്ളത് ആരോടായാലും പറയണം, സ്നേഹമായ അത് പ്രകടിപ്പിക്കണം, കാരണം സമയം നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും വേഗത്തിലാണ് പോകുന്നതെന്നാണ്. സെഗിയുടെ ട്രാൻസ്ഫോർമേഷന്റെ സമയമാവും. അങ്ങനെ അമ്മയുടെ അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല, അവൾ വീട്ടിലേക്ക് പോകും. ഭൂമിയെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ഭൂമി ചെല്ലുമ്പോൾ സെഗി എവിടെ നമ്മെ അന്വേഷിക്കുന്നുണ്ട്. അത്യാവശ്യമായിട്ട് ഒരു ഷൂട്ടിന് പോകേണ്ടി വന്നു എന്നാണ് ഭൂമി അമ്മയുടെ അടുത്ത് പറയുന്നത്. അമ്മയുടെ അടുത്ത് വേണ്ടുന്ന ഈ സമയത്ത് തന്നെ ഇതെന്തിനാണ് സംഭവിച്ചതെന്ന് ഓർത്ത് സങ്കടപ്പെട്ട് വീട്ടിലിരിക്കുകയാണ് സെഗി. ഇപ്രാവശ്യം ഒരു മിഡിൽ ഏജ് ലേഡി ആയിട്ടാണ് അവൾ മാറിയേക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വരും. അവൾ ഓടി അവിടേക്ക് ചെല്ലും. അമ്മയ്ക്ക് അസുഖം കൂടുതലാണ്. സെഗി അടുത്ത് വന്നിരുന്ന് കൈ പിടിച്ചിരുന്ന് കരയും. അമ്മയ്ക്ക് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കുറച്ചു നേരം ഇവൾ കരയുമ്പോൾ പതുക്കെ അവളെ നോക്കിയിട്ട് അവളുടെ മുഖത്ത് പിടിക്കും.
എന്നിട്ട് സേഗി നമ്മളെ വിളിക്കും. നീ വയസ്സായതിനു ശേഷം കുറച്ച് പ്രായമായിട്ട് നിന്നെ കാണാൻ പറ്റത്തില്ല എന്ന് എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു. എനിക്കത് കാണാൻ പറ്റിയല്ലോ. നിന്നെ ഞാൻ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാത്തതിൽ ക്ഷമ ചോദിക്കുന്നു. അടുത്ത പ്രാവശ്യം ഞാൻ ഇനി നിന്നെ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്തോളാം എന്ന് പറയുമ്പോൾ എന്റെ ശരിക്കുള്ള മുഖം കണ്ടിട്ടേ പോകാവൂ എന്ന് പറഞ്ഞിട്ട് സേഗി കരയും. കണ്ണടച്ചാലും എനിക്ക് നിന്റെ മുഖം കൃത്യമായിട്ട് ഓർമ്മയുണ്ടെന്ന് അമ്മ അവളോട് പറയും. അടുത്ത ജന്മത്തിൽ നീ എൻ്റെ മോളായിട്ട് തന്നെ ജനിക്കണം, ഞാൻ നിന്നെ കൂടുതൽ സ്നേഹിക്കാം എന്ന് പറഞ്ഞിട്ടാണ് അമ്മ മരിക്കുന്നത്. സേഗി ഭയങ്കര കരച്ചിലായിരിക്കും. അന്നേരത്തേക്ക് ഡോക്ടേഴ്സ് എല്ലാം വരും. അവർക്ക് സംശയം തോന്നാതിരിക്കാൻ ഭൂമി അവളെ കൊണ്ട് പുറത്തേക്ക് പോകും. ഡോജെ അന്നേരത്തേക്ക് ഹോസ്പിറ്റലിൽ എത്തും. ട്രാൻസ്ഫോം ചെയ്ത സേഗിയെ തിരിച്ചറിയുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും. ആളുകളൊക്കെ വരും. ഡയറക്ടർ ലീയും ഒരു പ്രൊഡക്ഷൻ സ്റ്റാഫും യൂറിയും എത്തുന്നുണ്ട്. സേഗി എവിടെയെന്ന് ഭൂമി എടുത്ത് യൂറി ചോദിക്കും. കുറച്ച് കാറ്റ് കിട്ടാനായിട്ട് പുറത്തേക്ക് പോയേക്കുവാണെന്നാണ് ഭൂമി അവളോട് പറയുന്നത്. സേഗി വാഷ്റൂമിൽ നിന്ന് കരച്ചിലോട് കരച്ചിലാണ്. അന്നേരമാണ് യൂറി അവിടേക്ക് വരുന്നത്. സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ലേഡി ഇവിടെ നിന്ന് ഇത്രയും കരയുന്നത് എന്തിനാണെന്ന് യൂറി നോക്കുന്നുണ്ട്. അവിടുന്ന് പോകുമ്പോൾ അവളുടെ ലിപ്സ്റ്റിക് അവിടെ മറന്നു വെച്ചിട്ടാണ് യൂറി പോകുന്നത്. കുറച്ച് കഴിയുമ്പം അവൾ തിരിച്ച് ട്രാൻസ്ഫോം ചെയ്യും. എന്തുകൊണ്ട് കുറച്ച് നേരത്തെ ഇത് സംഭവിച്ചില്ല? അങ്ങനെയായിരുന്നെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ മുഖം കാണാമായിരുന്നല്ലോ എന്ന് ഓർത്തിട്ട് സേഗി അവിടുന്ന് ഇറങ്ങി വരും. ആ സമയത്താണ് യൂറി തിരിച്ചകത്തേക്ക് പോകുന്നത്. ഞാൻ അകത്തേക്ക് പോകുമ്പോൾ അവിടെ ആരും ഇല്ലായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാണ് സേഗി പുറത്തേക്ക് തിരിച്ച് ഇറങ്ങി വരുന്നതെന്ന് ആലോചിച്ചിട്ടാണ് യൂറി പോയി മറന്നു വെച്ച ലിപ്സ്റ്റിക് എടുത്തുകൊണ്ട് തിരിച്ചു വരുന്നത്. ചടങ്ങിന് വന്ന ആളുകളൊക്കെ ഡോജയും സേഗിയും കൊണ്ട് നിൽക്കുന്ന കാണുമ്പോൾ അവർ ബ്രേക്കപ്പ് ആയതല്ലേ, വീണ്ടും ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയോ എന്നൊക്കെയാണ് സംസാരിക്കുന്നത്. ഇവിടെ വന്ന് നിന്ന് വെറുതെ ആളുകളെ കൊണ്ട് പറയിക്കണ്ടെന്ന് സേഗി പറയുമ്പോൾ, ഇപ്പോൾ എന്നെപ്പറ്റി ആലോചിക്കേണ്ട, സ്വന്തം കാര്യത്തെപ്പറ്റി ആലോചിച്ചാൽ മതിയെന്ന് ഡോജ അവളോട് തിരിച്ചു പറയും. അന്നേരം സേറ അവിടേക്ക് വരും. അമ്മ ഇനിയില്ല, ഇനി എന്ത് ചെയ്യുമെന്ന് സേറ വന്ന് സേഗിയെടുത്ത് ചോദിക്കും. ഇങ്ങനെ റൂഡായിട്ട് സംസാരിക്കാതിരിക്കാനായിട്ട് ഡോജെ അവളെ തടയാനായിട്ട് ശ്രമിക്കുമ്പോൾ സേറ പറയുന്നത്, എൻ്റെ അമ്മ മരിച്ചപ്പോൾ ഇതുപോലെയായിരുന്നു, എല്ലാം ശരിയാവും, കുറച്ച് കഴിയുമ്പോൾ എല്ലാം നേരെയാവും എന്നൊക്കെ ആളുകൾ പൊള്ളയായ വാക്കുകൾ പറയുന്നതിനെക്കാട്ടിലും ഇങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ ചോദിച്ച ആൾക്കാരാണ് എനിക്ക് ആശ്വാസം തന്നത്. അന്നേരമാണ് എനിക്ക് റിയാലിറ്റി എന്താണെന്ന് കുറച്ച് ബോധം വന്നത്. അതുകൊണ്ടാണ് ഞാനും അത് തന്നെ ചോദിച്ചത്. തളർന്നു പോകരുത്, സ്ട്രോങ് ആയിട്ടിരിക്കണം എന്ന് സേഗി എടുത്ത് പറയും. എന്നെ ഇഷ്ടമല്ലല്ലോ, പിന്നെ എന്തിനാണ് വന്നതെന്ന് സേഗി ചോദിക്കും അവളോട്. എൻ്റെ ബ്രദറിന് ഇഷ്ടമുള്ള ആളാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ വന്നത്. എന്തു തന്നെ ആയാലും ഡോജ എൻ്റെ ബ്രദർ ആണെന്ന് സേറ തിരിച്ചു പറയും. തളരരുത് എന്ന് വീണ്ടും പറഞ്ഞിട്ടാണ് സേറ അവിടുന്ന് പോകുന്നത്. തിരിച്ചു വരുന്ന വഴി സേറ ഇൻഹോയെ കാണും. സേഗിയുടെ അടുത്ത് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം, എന്തായാലും പ്രീസ്റ്റ് ആവാൻ പോകുന്ന ആളല്ലേ. എൻ്റെ അമ്മ മരിച്ചപ്പോഴും ഞാനും ഇതുപോലെയായിരുന്നു. ബാക്കിയുള്ളവരുടെ ഫ്രണ്ടിൽ സ്ട്രോങ് ആയി കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വേദന തമാശയായിട്ട് അവരുടെ ഫ്രണ്ടിൽ അവതരിപ്പിക്കുമായിരുന്നു. സേഗിയും അത് തന്നെ ചെയ്യും. അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധ വേണമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അവൾ പോകുന്നത് ഇങ്ങനെ ഇൻഹോ നോക്കിക്കൊണ്ട് നിൽക്കും. ഞാൻ ശരിക്കും സേഗിയെ ആശ്വസിപ്പിക്കാനായിട്ട് വന്നതാണെന്നും കൂടി സേറ പറയുന്നുണ്ട്. രാത്രിയായി. അന്നത്തെ ദിവസം ആൾക്കാരൊക്കെ പിരിഞ്ഞു തുടങ്ങി. ഭൂമിയും ഇൻഹോയും അവിടെ ഇരിക്കുകയാണ്. ഡോജ അവിടെ ചെന്നിട്ട് കുറച്ച് കാറ്റ് കൊള്ളാനായിട്ട് സേഗിയെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോകും. സേഗി അന്നേരം ഡോജയുടെ അടുത്ത് പറയും, എൻ്റെ മുഖം മാറിയിരുന്നിട്ടും അമ്മ എന്നെ റെക്കഗ്നൈസ് ചെയ്തു, എന്നെ പേര് വിളിച്ചു, എന്നെ തിരിച്ചറിഞ്ഞിട്ടായിരിക്കുമോ എന്ന് ചോദിക്കും. എന്തായാലും തിരിച്ചറിഞ്ഞിട്ടല്ല, കരഞ്ഞപ്പോൾ അത് സ്വന്തം മോളാണ് നമ്മ മനസ്സിലാക്കിയതാണ്. ആ രൂപത്തിലായിരുന്നിട്ടും എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലേ, അതുപോലെ എന്ന് പറയും. എനിക്ക് അവസാനമായിട്ട് എൻ്റെ അമ്മയെ എൻ്റെ ശരിക്കുള്ള മുഖം കാണിക്കാനായിട്ട് പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് സേഗിക്ക് സങ്കടം. ഞാൻ ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു, ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്തത് കൂട്ട് ഞാൻ മാറിപ്പോയാലോ എന്നായിരുന്നു എൻ്റെ പേടി. അങ്ങനെയല്ലെങ്കിലും ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കരഞ്ഞുകൊണ്ടിരിക്കും. എങ്ങനെ തന്നെ മാറിയാലും ഞാൻ സേഗിയെ റെക്കഗ്നൈസ് ചെയ്യുമെന്ന് ഡോജ അവൾക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അതവൾക്ക് ആശ്വാസം കൊടുക്കുന്നുണ്ടെങ്കിലും അവളൊന്നും മിണ്ടത്തില്ല. എനിക്ക് ചുറ്റും ഒരുപാട് ആളുകളുണ്ടെങ്കിലും ഞാൻ എൻ്റെ അമ്മയെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ കരഞ്ഞുകൊണ്ടിരിക്കും.